മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ താരസംഘടന അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ കേസിൽ ശ്വേത മേനോൻ കോടതിയിൽ സമർപ്പിച്ചത് അപൂർണമായ മിനിറ്റ്സ് എന്ന് എതിർഭാഗം. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നടന്ന പല കാര്യങ്ങളും മിനിറ്റ്സിൽ നിന്നും ഒഴിവാക്കി. ശ്വേത ഇറങ്ങിപ്പോയതടക്കം മിനിറ്റ്സിൽ ഇല്ല. പ്രസംഗ ഭാഗങ്ങൾ പോലും മറച്ചുവെച്ചു എന്നാണ് ആക്ഷേപം. ഈ മാസം 27-ന് ഇത് കോടതിയെ അറിയിക്കാനാണ് രമേശ് പിഷാരടി അടക്കമുള്ളവരുടെ നീക്കം. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, അമ്മയിലെ പ്രശ്നപരിഹാരത്തിന് ഒരു കത്തൊക്കെ അയച്ച് അംഗങ്ങൾക്ക് കത്തൊക്കെ അയച്ച് ശ്വേത നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എതിർ വിഭാഗത്തിന്റെ ഇത്തരമൊരു ആരോപണം കൂടി വരുന്നത്. തീർച്ചയായിട്ടും, അതായത് താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അതിങ്ങനെ ഒരു ദീർഘമായ പരമ്പര പോലെ അങ്ങനെ നീണ്ടു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം. ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശ്വേതാ മേനോൻ കോടതിയിൽ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ചില റിപ്പോർട്ടുകളും മിനിറ്റ്സുകളും എല്ലാം സമർപ്പിച്ചിരുന്നു. അത് അഡ്ഹോക് കമ്മിറ്റി താൽക്കാലികമായി കോടതി പിരിച്ചുപിടിക്കുകയും അതിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. ആ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോൻ സമർപ്പിച്ച മിനിറ്റ്സ് എന്ന് പറയുന്ന ചില രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ രേഖകൾ അപൂർണമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായിരുന്നവരുടെ അടക്കം വാദം. അതിൽ ശ്വേതാ മേനോൻ അന്ന് ജനറൽ ബോഡി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യങ്ങളടക്കം പരാമർശിച്ചിട്ടില്ല. ആ മിനിറ്റ്സ് അപൂർണമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ മിനിറ്റ്സിലെ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാനാണ് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. രമേശ് പിഷാരടിയുടെ അടക്കം ഈ വിവരങ്ങൾ കോടതി അറിയിക്കും. വരുന്ന 27-ാം തീയതിയാണ് കോടതി ശ്വേതാ മേനോന്റെ ഉൾപ്പെടെയുള്ള കേസുകൾ പരിഗണിക്കുന്നത്. ഈ അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കേസുകളും ഒന്ന് തന്നെയാണ് പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ മിനിറ്റ്സ് അടക്കമുള്ളവ കോടതിയെ ധരിപ്പിക്കാനാണ് രമേശ് പിഷാരടിയുടെ അടക്കമുള്ളവരുടെ നീക്കം. ഓക്കെ, ശരി സഹിൻ.